ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നാൽ എന്താണ്, അതിൻ്റെ പല ടൈപ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വളരെ എളുപ്പത്തിൽ പറയാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലിരിക്കുകയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ജിമെയിൽ വഴി ഒരു മെയിൽ സെൻഡ് ചെയ്തു. ഈ മെയിൽ പോകുന്നത് നേരെ ഗൂഗിളിൻ്റെ സെർവറിലേക്കാണ്, അതായത് അമേരിക്കയിലുള്ള ഗൂഗിളിൻ്റെ സെർവറിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ടിന് ആ മെയിൽ ഡെലിവർ ആവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗൂഗിളിൻ്റെ സെർവർ ആക്ട് ചെയ്യുന്നത് ഒരു ക്ലൗഡായിട്ടാണ്. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ മെയിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ എടുത്താലും അവിടെ സംഭവിക്കുന്നതും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. IT ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ IT ഫീൽഡിൽ തന്നെ ഡൊമൈൻ സ്വിച്ച് ചെയ്ത് ഒരു ബെറ്റർ കരിയർ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം AI പോലെയുള്ള പുതിയ ടെക്നോളജിയുടെ വരവോടുകൂടെ ധാരാളം സൈബർ റിസ്കുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ഫീൽഡിൽ ഒരു സ്കിൽഡായ ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലിന്റെ ഡിമാൻഡും ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ഫീൽഡിൽ ഒരു കരിയർ ആരംഭിക്കുന്നവർക്ക് വേണ്ടി ഫെറ്റ്ല ഒരു 10 days എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. തീർത്തും ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള പേടി ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഫുൾ ക്ലാസ്സും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആദ്യത്തെ 2 ക്ലാസ് വരെ ഫുൾ റീഫണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 തരത്തിലാണ് വരുന്നത്: പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്, അതേപോലെ തന്നെ ഹൈബ്രിഡ്. ഈ പ്രൈവറ്റ് ക്ലൗഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലൗഡിലുള്ള ഫയൽസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഓണറിന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷൻ എടുക്കാം. ആ ഓർഗനൈസേഷൻ അതിൻ്റെ പ്രൈവറ്റ് ക്ലൗഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫയൽസും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ കമ്പനിക്കകത്തുള്ള എംപ്ലോയീസിന് മാത്രം ആക്സസ് ചെയ്യാൻ രീതിയിൽ ബിൽഡ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് പബ്ലിക് ക്ലൗഡാണ്. പബ്ലിക് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് സർവീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ AWS, അതായത് ആമസോൺ വെബ് സർവീസ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും പേ ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് സർവീസാണ്. ഇതാണ് പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് പബ്ലിക്കും പ്രൈവറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് സർവീസാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് ക്ലൗഡ് യൂസ് ചെയ്യുന്നവർക്ക് അത് രണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതായത് പ്രൈവറ്റ് ഉപയോഗിക്കുന്നതിന് അഡ്വാൻറ്റേജും അതോടൊപ്പം തന്നെ പബ്ലിക് ക്ലൗഡ് ഉപയോഗിക്കുന്നതിന് അഡ്വാൻറ്റേജും ഉണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പനി കൺസിഡർ ചെയ്യാം. ആ കമ്പനി അതിൻ്റെ ഫയൽസും കാര്യങ്ങളും എല്ലാം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി AWS എന്ന പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യുന്നു. ഇതിനാണ് ഹൈബ്രിഡ് ക്ലൗഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് പബ്ലിക് ആക്കി വെക്കാനുള്ള ഓപ്ഷനുണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതെന്ന് പറയുന്നത് ഹൈബ്രിഡ് ക്ലൗഡിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. നമുക്കിനി ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എങ്ങനെയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. കുറച്ച് കാലം മുമ്പ് വരെ ഇപ്പോൾ നമുക്കറിയാം ഒരു IT കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ മണിക്കൂറിലും ധാരാളം ഫയൽസൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒത്തിരി പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ ഇവരെല്ലാം ഇതിനു വേണ്ടി ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സെർവർ റൂം സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം കമ്പനി അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും മോസ്റ്റ് കമ്പനീസും ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ ധാരാളം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ AWS, മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ, ഗൂഗിളിൻ്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം, അങ്ങനെ ധാരാളം ഉണ്ട്. അപ്പോൾ കമ്പനികൾ മന്ത്ലി ബേസിസ് അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ ഒരു തുക അതിനെ അടച്ചിട്ട് ആ ക്ലൗഡിനെ തന്നെ, ആ അസ്യൂർ അല്ലെങ്കിൽ AWS എന്ന ക്ലൗഡിനെ തന്നെ അതിൻ്റെ ഫിസിക്കൽ സെർവറിന് പകരം യൂസ് ചെയ്ത് അതിൻ്റെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പല കമ്പനികളും ഇപ്പോൾ ഈ ഫിസിക്കൽ സെർവർ വിട്ടിട്ട് ഇപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെർവറിലേക്ക് മാറുന്നതിൻ്റെ പ്രധാന കാരണം? ഫിസിക്കൽ സെർവർ അല്ലെങ്കിൽ ഓൺ പ്രിമൈസ് സെർവർ എന്ന് ഓൾസോ നമുക്കിത് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്ഥലം വേണം, അല്ലേ? പ്രത്യേക ഒരു സെർവർ റൂം വേണം. ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് അങ്ങനെയില്ല. ഇതെല്ലാം വിർച്വലാണ്. വിർച്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ള സ്ഥലമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള പൈസ ലാഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സെർവർ ഇപ്പോൾ നമുക്ക് റിസോഴ്സസ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കണമെങ്കിലോ അതൊന്നും നമുക്ക് ഫിസിക്കൽ സെർവറിൽ പറ്റും. പക്ഷേ അതിനും വളരെ ക്യാഷ് ചിലവും, അതേപോലെ നമുക്കിപ്പോൾ ഒത്തിരി ഫയൽസ് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെർവറിൻ്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ അതിനും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സെർവർ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ക്ലൗഡിൻ്റെ കേസ് വരുമ്പോൾ നമുക്കത് അതേപോലെ തന്നെ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടറുണ്ട്. സ്കെയിലബിലിറ്റി നമുക്ക് അതേപോലെ ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ തരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒത്തിരി ഫയൽസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സ്പേസ് കൂട്ടാനും അതേപോലെ കുറയ്ക്കാനും ഒക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി സാധിക്കും.
പിന്നെന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ സെർവറിൻ്റെ കാര്യത്തിൽ, ഫിസിക്കൽ സെർവറിൻ്റെ കാര്യത്തിൽ നമുക്കവിടെ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റി കൺട്രോൾസൊക്കെ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് വിർച്വലായിട്ട് ധാരാളം സെക്യൂരിറ്റീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് വളരെ കുറവാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ കേസ് വരുമ്പോൾ. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്കൽ സെർവർ ആണെങ്കിൽ നമ്മുടെ ഡാറ്റ എല്ലാം ലോസ് ആയി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഡിസാസ്റ്റർ റിക്കവർ സൈറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ആ ലോസ് ആയ ഡേറ്റ എല്ലാം തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിൻ്റെ കേസ് വരുമ്പോൾ നമുക്കതിൻ്റെ ഓൾറെഡി ഒരു ഡിസാസ്റ്റർ റിക്കവറി പ്ലാനും കാര്യങ്ങളുമെല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റ എല്ലാം റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, ഫിസിക്കലായിട്ടുള്ള സെർവർ റൂം ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള പൈസ, സമയം, അങ്ങനെ ധാരാളം പ്രശ്നമുണ്ട്. പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോൾ നമുക്കറിയാം ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ, ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ AWS, അതുപോലെ മൈക്രോസോഫ്റ്റ് ആണെന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അസ്യൂർ, അതേപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയ ബാക്കപ്പ് ടീം അവിടെ ഉണ്ടാവും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി കിട്ടുന്ന സർവീസിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് അല്ലെങ്കിൽ IaaS, അടുത്തെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് അല്ലെങ്കിൽ PaaS, അടുത്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെങ്കിൽ SaaS. ആദ്യത്തെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ആമസോണിൻ്റെ AWS, മൈക്രോസോഫ്റ്റിൻ്റെ അസ്യൂർ, അങ്ങനെ നമുക്ക് സ്റ്റോറേജിനും കമ്പ്യൂട്ടിങ്ങിനും വേണ്ടി ക്ലൗഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു പ്ലാറ്റ്ഫോം തരികയാണ് ക്ലൗഡ്. അതായത് ആ പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് വേണമെങ്കിലും ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ മാനേജ് ചെയ്യണമെങ്കിലോ നമുക്ക് ആ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഗൂഗിളിൻ്റെ ആപ്പ് എഞ്ചിൻ, അഡോബ് കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ കോഡും കാര്യങ്ങളും, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ്. അതായത് ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഫുള്ളി ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്കൊരു പൈസ കൊടുത്തിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമെയിൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസാണ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് 365 നമ്മളതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്, പല ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഫിസിക്കൽ സെർവറും ക്ലൗഡ് സെർവറും തമ്മിലുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് വാട്സാപ്പ് നമ്പർ ഓൾസോ മെസ്സേജ് അയക്കാവുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.